അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു മീൻ കറിയാണ് വെക്കണത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? എന്താണ് എല്ലാവരുടെ വിശേഷം? നമ്മൾ മീൻ കറി വെക്കണത് വിറകടുപ്പിലാണ്. നമ്മളൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടപ്പോഴേക്കും നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാളയല്ല കേട്ടോ, നമ്മൾ ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത്. അത്ര സാധനങ്ങളിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, നാടൻ വെളിച്ചെണ്ണ ഒഴിക്കണേ. പരമാവധി നാടൻ വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ ഉലുവയും കടുകിട്ട് ഒന്ന് മൂത്ത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചുവന്നുള്ളി എന്നിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മൾ സവാള ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷേ സവാള ഉപയോഗിക്കുമ്പോൾ കറിക്ക് ചെറിയൊരു മധുരിപ്പ് വരും. മാത്രമല്ല കറി പെട്ടെന്ന് കേടാവുകയും ചെയ്യും. ചുവന്നുള്ളിയാണെങ്കിൽ കറി അങ്ങനെ പെട്ടെന്ന് കേടായി പോകില്ല. ഇരുന്നാലും ഫ്രിഡ്ജിൽ പുറത്ത് വെച്ചാലും നമുക്ക് കുറച്ച് ദിവസം 2 ദിവസമൊക്കെ ഇരിക്കും. സവാള ഇട്ട് കറി വെച്ച് നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ നമ്മളതൊന്ന് വാടി കിട്ടാനായിട്ട് ഏതെങ്കിലും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാടി വരട്ടെ. നമ്മളിത് വിറകടുപ്പ് ഗ്യാസും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ചോറൊക്കെ വിറകടുപ്പിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വിറകടുപ്പ്. നമ്മളതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഓരോരുത്തരുടെ കണക്കനുസരിച്ചിട്ട് കൊടുക്കുക. ഇവിടെ എരിവ് വേണം, മീൻ കറിയാണല്ലോ. നമുക്ക് ഇച്ചിരി എരിവൊക്കെ നല്ലതാണ്, ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പം ഞാൻ നല്ലോണം പച്ചമുളകും ഇട്ടിട്ടുണ്ട്, ചുവന്നുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഞാൻ 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. പിന്നെ ഇത് മൂത്ത് വരുമ്പോൾ നമുക്കൊരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഞാൻ തേങ്ങ ഇല്ലെങ്കിൽ മാത്രമാണ് തക്കാളി ഇടാറുള്ളൂ കേട്ടോ. തേങ്ങ അരയ്ക്കുകയാണെങ്കിൽ തക്കാളി ഒന്നും ഇടാറില്ല. തേങ്ങ അരച്ച കറി നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ തേങ്ങ അരയ്ക്കാതെ മുളക് ചാറ് വയ്ക്കുന്നതും നല്ല ടേസ്റ്റാണ്. കപ്പയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ അടിപൊളിയാണ്. നമുക്കിതിലേക്ക് ഞാൻ കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കണതാണ്. അപ്പോൾ അത് നമുക്കതിലേക്ക് വെള്ളത്തെപ്പാടാൻ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ശേഷം മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അത് മതി, കാരണം അത് വറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പാകത്തിന് അത് മതി. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ചാറ് ലൂസായിരിക്കും. ഒന്ന് കുറുകിയ ചാറ് കിട്ടണമെങ്കിൽ വെള്ളം കുറച്ച് മതി. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തിളച്ച് ആയി വരും. പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് ഒരു തള വരുമ്പോൾ മീനിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്, അരപ്പ് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിയൊക്കെ അതിലേക്ക് പതുക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ തിളപ്പിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മീനിലേക്കൊക്കെ പുളി പെട്ടെന്ന് പിടിക്കും കേട്ടോ. നമുക്ക് മീനിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് മീൻ വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇനി നമുക്ക് മീൻ വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അയലക്കണ്ണി മീൻ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണിത്. കപ്പയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ഞങ്ങൾ പുട്ടിൻ്റെ കൂടെയൊക്കെ മീൻ കറി കഴിക്കും കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.